ട്രംപും നേതന്യാഹുവും യഥാർത്ഥത്തിൽ രണ്ട് ലോക ഭീകരന്മാരെന്ന് അവരെ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. അവരുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ പിഴച്ചെന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നേതന്യാഹുവിന് വേണ്ടിയാണ് ട്രംപ് ഈ യുദ്ധം നടത്തുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അവിടെ ഇസ്രായേലിൽ നവംബറിൽ ഇലക്ഷനാണ് വരാൻ പോവുകയാണ്. ആ ഇലക്ഷന് നേതന്യാഹു ജയിച്ചില്ലെങ്കിൽ 3 നേരം അയാളകത്താണ്. ആ രീതിയാണ്, ജയിലിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇറാനെ അങ്ങ് തകർത്ത് ഇറാനിഞ്ഞ് പിടിച്ചെടുക്കാം, അപ്പോൾ അവിടുത്തെ എണ്ണ സമ്പത്ത് മുഴുവൻ കയ്യിലിരിക്കും എന്നും ഒക്കെ ഉള്ള ഒരു കണക്കുകൂട്ടലാണ് ഈ ട്രംപ്. വലിയ ലോക വിട്ടിയെന്നല്ലാതെ പറയാനൊക്കത്തില്ല. കാരണം ആ രാജ്യത്തിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർ ജയിക്കുക എന്ന് പറഞ്ഞാൽ അവർ തോൽക്കില്ല. അവരിങ്ങനെ വർഷങ്ങൾ വേണമെങ്കിൽ യുദ്ധം ചെയ്യും. 3 ദിവസം കൊണ്ട് പൊടിച്ച് കൈ കൊടുക്കാമെന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. 3 ആഴ്ച കഴിഞ്ഞ്. എന്നിട്ട് എന്തോ സംഭവിച്ചു? ടെഹ്റാനിലെ കെട്ടിടങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അതാണ് സംഭവിച്ചേക്കുന്നത്. പക്ഷേ അതിന് ഭീകരമായ തിരിച്ചടിയാണ് ഇപ്പോൾ. അവരനങ്ങാതിരിക്കും. ഈ പുലി പതുങ്ങുന്നത് ഭയന്നിട്ടല്ല, അത് കുതിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് പോലാണ്. അനങ്ങാതിരുന്നു. അവിടെ ബങ്കർ ബസ്റ്റർ ബോംബും അതും ഇതൊക്കെ ഉപയോഗിച്ചു, കൊണ്ടുവന്ന് ഇഷ്ടം പോലെ ഉപയോഗിച്ചു കൊടുത്തു. കൊണ്ടൊന്നും അവർ കുലുങ്ങുന്നില്ല, അവരനങ്ങാതിരിക്കുക. അവർ വലിയ വീമ്പ് കുറച്ചിലൊന്നും ഓർക്കില്ല. ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങളെ അടിച്ചാൽ എന്നാണ് അവർ പറയുന്നത്. അവർ എത്ര രാജ്യങ്ങളെ ആക്രമിക്കുന്നത്? ഇറാൻ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അവർക്ക് അമേരിക്ക തൊട്ടടുത്തല്ല, കൈ കിട്ടുന്നില്ല. ഇപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഡീഗോ ഗാർസിയ എന്ന് പറയുന്ന ഒരു ദ്വീപസമൂഹമുണ്ട്, നമ്മുടെ ഇന്ത്യൻ ഓഷനിലാണ് ഉള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ബ്രിട്ടീഷുകാർ നമുക്ക് ഇന്ത്യക്ക് കൈമാറിയില്ല, സ്വാതന്ത്ര്യം തന്നപ്പോൾ പോലും. ഈ ദ്വീപ് അവർ ഓക്കുപ്പൈ ചെയ്തു. അവരും അമേരിക്കയും കൂടെ അവിടെ ഒരു വലിയ സൈനിക താവളം തന്നെ അവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഡീഗോ ഗാർസിയയിൽ ആണ്, അവിടുന്ന് ഓപ്പറേഷനാണ് നടക്കുന്നത്. ഏതാണ്ട് ഇറാനിൽ നിന്ന് ഏതാണ്ട് 3900 ഇഷ്ടം കിലോമീറ്റർ അകലെയാണ് ഈ ഡീഗോ ഗാർസിയ. അവിടുത്തെ സൈനിക കേന്ദ്രം ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി മിസൈലിട്ട് ഇറാൻ. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഏതാണ്ട് 4000 കിലോമീറ്ററിനടുത്ത് അകലെയുള്ള സ്ഥലത്ത് ഇറാൻ്റെ മിസൈൽ ചെല്ലുകയാണ്. അപ്പോൾ അവരുടെ ആ സൈനിക ശക്തി, മിസൈലിൻ്റെ പവർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്നിട്ട് അവരനങ്ങാതിരുന്നു. ഇപ്പം അവരെ മുഴുവൻ നശിപ്പിച്ചു. അവിടുത്തെ സ്കൂളിൽ ബോംബ് ചെയ്തിട്ട് ആ സ്കൂൾ തകർത്ത് 185 പിഞ്ച് കുഞ്ഞുങ്ങളെ കൊന്നു. ഇറാനിൽ ഇതെല്ലാം ചെയ്തു. ഇറാൻ അങ്ങോട്ട് പോയതല്ല, ഇറാനെ വന്ന് ആക്രമിക്കുകയാണ്. എന്തിനാ ആക്രമിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ്റെ കയ്യിൽ ഏതാണ്ടൊക്കെ ഉണ്ട്, ഇറാൻ അവർ ചെയ്യാൻ പോകുന്നു, അത് ചെയ്യാൻ പോകുന്നു. അവർ ആണവ ഊർജ ഏജൻസിക്ക് പരിശോധനയ്ക്ക് പോലും അവർ കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ യുറേനിയം അണുബോംബ് ഉണ്ടാക്കാനായിട്ട് സംരക്ഷികരിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി അതെല്ലാം പോയിക്കോട്ടെ, അവരെ അങ്ങോട്ട് കയറി അടിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. അവർ സാമ്പത്തിക യുദ്ധമായിട്ട് ഇറാൻ ഇതിനെ മാറ്റിയെന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ, നമ്മുടെ ഇന്ത്യ പോലും അനുഭവിക്കുന്ന ഗതികേടെന്ന് ആലോചിച്ച് നോക്കുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ചോ ഇവിടെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന്? ചെറിയ തോതിലൊക്കെ വരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഡയറക്റ്റ് ഇമ്പാക്റ്റ് വന്നേക്കുന്ന രാജ്യങ്ങളിൽ ഒന്നല്ലേ ഇന്ത്യ. ഇവിടെ പാചകവാദം കിട്ടാനില്ല. അത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി പറയുന്നുണ്ട്, ഗ്യാസ് മന്ത്രി പറയുന്നുണ്ട്, ഗ്യാസ് ആണ് എല്ലാം പറയുന്നുണ്ട്. അത് ഇവിടെ യാതൊരു കുഴപ്പമില്ല. ഇവിടെ പാചകവാദം എല്ലാം ഇഷ്ടംപോലെ. 70% ഹോട്ടലുകൾ പൂട്ടിയിരിക്കുന്നിടത്താണ് ഈ മഹാൻ വർത്തമാനം പറയുന്നത്. ഹോസ്റ്റലുകൾ ഒഴിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഹോട്ടലുകൾ പൂട്ടി ഹോസ്റ്റലുകളൊക്കെ കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. കാരണം അവിടെ പാചകം ചെയ്യാൻ ഒരു മാർഗവുമില്ല. ഈ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. അന്നേരവും പറയുന്നത് ഇവിടെ യാതൊരു കുഴപ്പമില്ലെന്ന്. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ശരിയാണ്. എന്തായാലും ശരി, ഇത് തീർത്തില്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് വലിയ നാശം ഉണ്ടാവും, ഇന്ത്യക്ക് വൻ നഷ്ടം ഉണ്ടാവും, നാശം ഉണ്ടാവും. ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതായത് ക്രൂഡിൻ്റെ വിലയുണ്ടല്ലോ, ഇപ്പോൾ പോയേക്കുന്ന ഹോർമൂസ് കടലുകൾക്ക് അടച്ചതോടുകൂടി ക്രൂഡിൻ്റെ വില പോക്കെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. 112 ബാരലിന് $112 വരെ വിലയായി. അത് ഈ കണക്കിന് പോയാൽ ഒരു $200 ആവും എന്നാണ് പറയുന്നത്. അങ്ങനെ പോയാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില വർദ്ധിക്കുന്നത് എന്തുമാത്രം വലുതായിരിക്കും. അതുമാത്രം അങ്ങനെ പോയി കഴിഞ്ഞാലോ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിക്കും. ജീവിതം ദുസ്സഹമായിട്ട് മാറും ജനങ്ങൾക്ക്. ആ രീതിയിലേക്ക് പോകാൻ പോവുകയാണ് കാര്യങ്ങൾ.
പിടിവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്നറിയോ, ഈ ട്രംപ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അയാൾ എന്ത് പറയുന്നതാണെന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇവരെ കണക്കുകൂട്ടലുകൾ തെറ്റി. ട്രംപും നെതന്യാഹുവും കൂടെ വിചാരിച്ച് ഒരു 3 ദിവസം കൊണ്ട് ഇറാനെ അങ്ങ് പപ്പടം പോലെ പൊടിച്ച് യവന്മാർ വിചാരിച്ചാൽ ഇപ്പം റെഡിയാക്കി എടുക്കാം എന്ന് വിചാരിച്ചു. 3 ആഴ്ച കഴിഞ്ഞ് എന്തോ സംഭവിച്ചു? അവർ പറഞ്ഞപ്പോൾ യുദ്ധം അവർ നിർത്താൻ തയ്യാറല്ല. ഇറാൻ പറഞ്ഞ അവർ തിരിച്ചടിക്കും. കാരണം അവർക്കുണ്ടായ നഷ്ടങ്ങൾക്കൊക്കെ അവർ തിരിച്ചടി കൊടുക്കും. അതാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ അവരെ ടേംസ് വരണം. ഇനി അവർ ടേംസ് എന്ന് പറയുന്നത് എന്തുവാ? അതായത് അവർക്ക് ഉപരോധം ഏർപ്പെടുത്തിയേക്കുക. എന്തിനാണ് ഉപരോധം ഏർപ്പെടുത്തിയേക്കുന്നത്? ഇവർക്ക് അമേരിക്കയുടെ ഇവർക്ക് ഉപരോധം ഏർപ്പെടുത്തിയാൽ എന്താണ് അതുകൊണ്ടുള്ള കുഴപ്പം എന്ന് വെച്ചാൽ ഇറാൻ എണ്ണ വിറ്റ് പണം ഉണ്ടാക്കരുത്, ഇറാൻ സാമ്പത്തിക ശക്തിയായിട്ട് മാറരുത്. മാറിയാലുള്ള കുഴപ്പം എന്തുവാ? ഇസ്രായേലിൻ്റെ തോന്നിവാസങ്ങൾ അവിടെ നടക്കത്തില്ല. ഇതാണ് ഈ പ്രശ്നം. അപ്പോൾ ആ ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇറാന് വേണ്ടി എതിരെ നിരോധനം, അതായത് അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയേക്കുന്നത്. ഇപ്പം എന്താ, അടുത്ത 30 ദിവസത്തേക്ക് ഉപരോധം ഇല്ല, ഇറാന് എണ്ണ വിൽക്കാം. അപ്പോൾ ഇറാൻ പറഞ്ഞ മറുപടി ആ പരിപാടി ഞങ്ങൾ കൈ വെച്ചേക്കായി. അയാൾ ചുരുട്ടിയെടുത്ത് അവിടെ തന്നെ വെച്ചോളാൻ പറഞ്ഞു കൊടുത്തു. ഞങ്ങളുടെ കയ്യിൽ എണ്ണ വിൽക്കാനില്ല, ഞങ്ങൾ വിൽക്കുന്നില്ല, ക്രൂഡ് ഓയിൽ ഞങ്ങൾ വിൽക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്നും ട്രംപിനെതിരെ ആളുകൾ തിരിയുമെന്നും ഉള്ള കണക്കൂട്ടൽ ഇറാനുണ്ട്. ഇപ്പം തന്നെ ട്രംപിനെതിരെ അവിടെ തിരിഞ്ഞേക്കാണ് ആളുകൾ. അതേപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കെതിരെ, കെയർ സ്റ്റാമർക്കെതിരെയൊക്കെ വലിയ പ്രതിഷേധം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ആരെയും നമ്മൾ കുറച്ച് കാണരുത്. ഇവരെ കുറച്ച് കണ്ടതാണ് ഇവർക്ക് പറ്റിയ തെറ്റ്. ഇത്രയും വലിയ ഇൻ്റലിജൻസ് ഒക്കെ ഉള്ള ആളുകളല്ലയോ മൊസാദും CIA ഒക്കെ. എന്നിട്ട് എന്തോ ഇതിനുണ്ടായി? 3 ദിവസം കൊണ്ട് പൊടിക്കാമെന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. 3 ആഴ്ചയായി, ഒന്നും ആയിട്ടില്ല. അവിടെ കുറേ കെട്ടിടങ്ങൾ തകർത്ത്, കുറേ കുഞ്ഞുങ്ങളെ കൊന്നും മനുഷ്യരെ കൊന്നു. ഏതാണ്ട് എത്രയോ കാഷ്വാലിറ്റി എല്ലാം കൂടി ഇതുവരെ 12,500 ആളുകളെ കൊലപ്പെടുത്തി. ഇത് ഒഴിച്ചാൽ വേറെ വല്ലതും ഉണ്ടോ? ഇന്നിപ്പോൾ രാവിലെ സംഭവിച്ചേക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട. അയൺ ഡോം എന്ന് പറയുന്ന വലിയ സംവിധാനമാണ് ഞങ്ങളുടേത്, ഏത് മിസൈൽ വന്നാലും അതിന് ഞങ്ങൾ തകർത്തെറിയും എന്നങ്ങോട്ട് പറഞ്ഞു. അയൺ ഡോമൊക്കെ പൊളിഞ്ഞുപോയി. 2 മിസൈല് ഇന്ന് ഡിമോണായിലും അരാദിലും അടിച്ചങ്ങോട്ട് വിട്ടുകൊടുത്തു. അതിന് വാർഹെഡ് എന്ന് പറഞ്ഞാൽ 600 കിലോയാണ് അതിനകത്ത് വാർഹെഡ് എക്സ്പ്ലോസീവ്സ് അത് കയറ്റി വിടുന്നത്. അത് ചെന്നിട്ട് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ 2 ഫ്ലാറ്റ് സമുച്ചയം മുഴുവൻ തകർന്നു. അത് ഏതാണ്ട് 100-ൽ പരം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. മരണസംഖ്യ ഇസ്രായേൽ ഒരിക്കലും വെളിവിടത്തില്ല, നമുക്കറിയാൻ പറ്റത്തില്ല, മരിക്കാതിരിക്കത്തില്ല ആളുകൾ. അത്രത്തോളം കാഷ്വാലിറ്റി. അതായത് ഇന്ത്യ ടുഡേയും അതുപോലെ വിയോൺ ആ ചാനലും ഒക്കെ ഇത് എല്ലാം പുറത്തു വിട്ടിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞെട്ടി വിറച്ചിരിക്കുകയാണ്. കാരണം ഇവർ തിരിച്ചടി തുടങ്ങിയതേ ഉള്ളൂ. അവർ തിരിച്ചടിച്ചുകൊണ്ടിരിക്കും. ഇവരൊന്നും വീമ്പളക്കാനൊന്നും പോകുന്നില്ല, അവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതാ അവർ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് ഈ യുദ്ധം നിങ്ങൾ തന്നെത്താനെ അവസാനിപ്പിക്കണം, അതാ ചെയ്യേണ്ടത്. എന്നിട്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന കണക്കൂട്ടലാണ് ട്രംപിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഇപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത്. എന്താ, ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന അവിടെ ഈ യാത്ര അതൊക്കെ അത് തുറന്നെടുക്കണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കല്ല, അതാ ഉപയോഗിക്കുന്നവർക്കാണ്. ഇയാൾ പോയിരുന്ന് അവിടെ ചൊറിഞ്ഞാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്, അവർ ഇത് അടച്ചത്. അപ്പോൾ അടച്ചതിൻ്റെ ഇത് എല്ലാവർക്കും നഷ്ടം ഉണ്ടാവുകയാണ്. അമേരിക്കയ്ക്ക് വൻ നഷ്ടമാണ്. അപ്പോൾ അമേരിക്കയുടെയിലും വലിയ ശേഖരമൊന്നും എണ്ണയുടെ ഒന്നും ഇനി ഇല്ല. അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അത് അവിടെയും വിലക്കയറ്റം അങ്ങോട്ട് കുടുംബമുണ്ടല്ലോ, അവിടുത്തെ ആളുകൾ ഇത് തിരിച്ചറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും, വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് അത് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കല്ല, അത് അവിടെ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ളതാണെന്ന്. ഇയാൾ പോയിരുന്ന് ഈ പ്രശ്നം ഉണ്ടാക്കിയാണ് ഇത് അടച്ചേ. എന്നിട്ട് ഇയാൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നിട്ട് എന്താ, ആ പ്രസ്താവന അന്നേരം അങ്ങ് പറഞ്ഞതിന് ശേഷം മനസ്സിലായി അത് തോന്നിവാസമായിപ്പോ എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ട് 48 മണിക്കൂറിനകം ഉപരോധം നീക്കിയില്ലെങ്കിൽ, അതായത് അവിടെ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചേക്കുന്നത് അത് നീക്കിയില്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമുണ്ടാകും. വലിയ പ്രശ്നം എന്നേ ഉണ്ടാകും എന്ന് പറഞ്ഞല്ലേ. ഇനി എന്തോ അണുബോംബ് വിടുമായിരിക്കും. അതല്ലാതെ വേറെ എന്തോ ഉള്ള പ്രശ്നമൊക്കെ നോക്കുന്നത്. അതല്ലാതെ ഉള്ള പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവിടെ അവരെ ഒന്നും ചെയ്യാനൊക്കത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ വലിയ സൈന്യ ശക്തിയാണ്. മിസൈൽ കണ്ടുപിടിച്ചവന്മാരാണ് അവന്മാർ ഓരോ മിസൈലും ഉണ്ട് അവരുടെ. അത് നമ്മൾ
ഒന്നും പറയാൻ പോലും ഒക്കാത്ത, അതായത് ഇതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും അതിനെ തടയാൻ പറ്റുന്നില്ല. ഇവരുടെ അയൺ ഡോമൊക്കെ ഉണ്ടല്ലോ, വട്ടപൂജയായിട്ട് മാറി. അവിടെ ഇത്രയും പേര് ഇസ്രായേലിലൊക്കെ ആരായാലും മുറിവേൽക്കുക, പരിക്കേൽക്കുക, കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ സങ്കടകരമാണ്. എന്തിനീ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നു ഇവർ? അത് അവരെ ഇറാനെ ആക്രമിക്കുമ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചടി തുടങ്ങിയതേ ഉള്ളവർ. അവരുടെ മിസൈൽ ശേഖരം മുഴുവൻ നശിപ്പിച്ചു എന്നല്ലേ പറഞ്ഞേ. പിന്നെ ഇപ്പം ഈ കത്തിച്ചു വിടുന്നതൊക്കെ ഇവിടുന്ന്. ഇതിനോടൊപ്പം അവർ ബാക്കി സൗദി അറേബ്യയും, അതായത് അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ എല്ലാവരും ആക്രമിക്കുന്നുണ്ട്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവരുടെ പവർ പ്ലാന്റുകളെല്ലാം ഇല്ലാതാക്കും. ഒരു മര്യാദ ഇല്ലാത്ത വർത്തമാനമാണ് പറയുന്നത്. എന്നാ പറഞ്ഞേക്കുന്നത് ഇറാൻ പറഞ്ഞ അവർക്കൊന്നും അങ്ങനെ പേടിക്കുന്നില്ല. അവർ പവർ പ്ലാന്റ് ഇല്ലെങ്കിൽ വേണ്ട, അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർ അതേപോലെ നിങ്ങളുടെ പവർ പ്ലാന്റുകൾ അവർ നശിപ്പിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പവർ പ്ലാന്റുകളും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ, അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള, അവരുടെ അടുപ്പക്കാരായിട്ടുള്ള മറ്റ് രാജ്യങ്ങളെല്ലാം പവർ പ്ലാന്റുകൾ ഇവർ നശിപ്പിക്കും. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ അമേരിക്കയുടെ മേലിൽ സമ്മർദ്ദം ചെലുത്തി അവർ പോകണം, അമേരിക്ക ഓടണം തിരിച്ച്. ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ട്രംപ് ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് 2 ദിവസം കൊണ്ട് വരുന്നുണ്ട് വാർത്ത. കാരണം എന്നാൽ ഞങ്ങൾ ഇറാനെ ജയിച്ചു കഴിഞ്ഞു, അതങ്ങ് ഡിക്ലെയർ ചെയ്തല്ലോ, മതി, ഞങ്ങൾ ഇറാനിൻ്റെ മേളിൽ അങ്ങ് ജയിച്ചു, എന്നിട്ട് അങ്ങോട്ട് ചെല്ലാൻ ഒക്കത്തില്ല, അത് വേറെ കാര്യം. ജയിച്ചിട്ടേ ഇറാനിൻ്റെ മേളിൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു, ഇറാനെ ഞങ്ങൾ നശിപ്പിച്ചു, സാമ്പത്തികമായിട്ട് അവർക്ക് അവരുടെ വ്യോമ ഗതാഗതം മേഖല മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു, അവരെ നാവികസേന മുഴുവൻ നശിപ്പിച്ചു, അവരുടെ എയർ സ്പേസ് മുഴുവൻ നശിപ്പിച്ചു. ഇതെല്ലാം അങ്ങ് വീഴുമ്പോഴൊക്കെ അവരെ തോൽപ്പിച്ചു. ഇറാനെ ഞങ്ങൾ തോൽപ്പിച്ചു. അതുകൊണ്ട് ഇനി ഞങ്ങൾ അതുകൊണ്ട് പിന്നെ യുദ്ധം ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണിപ്പം. ആ രീതിയായി. ഇപ്പോൾ ഏതായാലും ശരി, വളരെ ബുദ്ധിമുട്ടിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രംപ് എന്ന് പറയുന്ന ഇയാളുണ്ടല്ലോ, അയാൾ കാണിക്കുന്ന മനോവൈകല്യം മൂലം, ആ കാടത്തം മൂലം ഈ നഷ്ടം ഉണ്ടാകുന്നതും മറ്റ് ലോക ജനതയ്ക്കാണ്. അത് അയാൾ തിരിച്ചറിയുന്ന ലക്ഷണമൊന്നുമില്ല. കാരണം അയാൾ എന്ത് ഉപദ്രവിച്ചാലും അയാൾക്ക് അതൊന്നും വലിയൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് അയാളുടെ പോക്ക്. വളരെ വലിയ അപകടകരമായ നീക്കമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിപ്പിക്കണം. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് നശിക്കും.